എനിക്ക് അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കാവുന്ന ഒരു കേസല്ലത്. ഇപ്പോൾ പറയപ്പെടുന്ന ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മികവിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആരും മോശമില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, CPM ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ രണ്ടാം നിരയുണ്ടോ മൂന്നാം നിരയുണ്ടോ? ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? അപ്പോൾ അതന്നെ എത്ര കളർഫുള്ളാണ്. കോൺഗ്രസ്സിൽ 3ഓ 4ഓ മുഖ്യമന്ത്രി ആവാൻ ശേഷിയില്ല, ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുകയാണ്. ഞങ്ങളെ ഒരു പരസ്യം തർക്കമുണ്ടായിട്ടില്ല. ആരെങ്കിലും പേര് തർക്കിച്ചോ? ഒരാളും തർക്കിച്ചിട്ടില്ല. അതെനിക്ക് എൻ്റെ 3 ആളും എൻ്റെ എന്താ പറയുക വളരെ അടുത്ത എൻ്റെ സ്ട്രോങ് വെൽവിഷേഴ്സാണ്. ഇപ്പോൾ അതിൽ ഞാൻ അഭിപ്രായം പറയില്ല. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൽ CPM മുഖ്യമന്ത്രിക്ക് ഉണ്ടായ തർക്കത്തിൻ്റെ 10-1 പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാലുവാരലും ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു UDF ഒറ്റക്കെട്ടായിരുന്നു. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളെയും എന്നതുപോലെ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എതിരായി മത്സരിച്ച PV അൻവറും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമ്പോൾ ബേപ്പൂർ സീറ്റും UDFന്റെ കയ്യിലുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നിപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ PV അൻവർ തുറന്നടിച്ചു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആവാൻ യോഗ്യരായ ഒട്ടനവധി പേരുണ്ട്. ഒരു 2ാം നിരയുണ്ട്, 3ാം നിരയുണ്ട്. അങ്ങനെ വിവിധ നിരയിലുള്ള നേതാക്കന്മാർ, കഴിവും പ്രാഗൽഭ്യവുമുള്ള നിരവധി ചെറുപ്പക്കാരായ നേതാക്കളുണ്ട്, സീനിയർ നേതാക്കളുണ്ട്. എന്നാൽ CPMന്റെ അവസ്ഥ ഇതാണോ എന്നുകൂടി PV അൻവർ ചോദിച്ചു. അവിടെ 1ാം നിരയും 3ാം നിരയും 2ാം നിരയും എല്ലാം ഒരേ ഒരാളിലേക്ക് ഒതുങ്ങുന്നു, പിണറായി വിജയൻ എന്നൊരാളിലേക്ക് ഒതുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പോളിറ്റ് ബ്യൂറോവും സംസ്ഥാന സമിതിയുമെല്ലാം പിണറായി വിജയൻ മാത്രമാകുന്നു. പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിണറായി വിജയന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന ആളുകൾ മന്ത്രിമാരാകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. എന്നാൽ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടി തന്നെയാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതിൽ കോൺഗ്രസിന് കൃത്യമായ അഭിപ്രായഗതികളുണ്ട്. തീർച്ചയായും അതിൽ ഒന്നിലധികം ആളുകൾക്ക് മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയുമുണ്ട്. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. താൻ അതിൽ ഇടപെടുന്നില്ല. താൻ UDFന്റെ ഒരു ഘടകകക്ഷി മാത്രമാണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. എന്തായാലും പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ നേതാവ് CPMൽ പുലർത്തുന്ന അത്ര ജനാധിപത്യപരമായ ഒരു രീതി ഒരു കാരണവശാലും, അല്ലെങ്കിൽ ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് പിണറായി വിജയൻ CPMൽ നടത്തുന്ന ഭരണമല്ല കോൺഗ്രസിനകത്തുള്ളത്, UDFനകത്തുള്ളത്. തീർച്ചയായും കൃത്യമായ സമയത്ത് കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും. UDF കൃത്യമായി അത് അംഗീകരിക്കും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമാണ്. എല്ലാവരുമായി തനിക്ക് വളരെ നല്ല സൗഹൃദമുണ്ട് എന്ന് തന്നെയാണ് PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയന്റെ CPMനകത്തെ ഉള്ള ഏകാധിപത്യത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് UDFനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന മുഖ്യമന്ത്രി വിവാദത്തെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും താൻ നേരത്തെ അഭിപ്രായം പറഞ്ഞതാണ്, അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കാവുന്ന ഒരു കേസല്ലത്. ഇപ്പോൾ പറയപ്പെടുന്ന ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മികവിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആരും മോശമില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, CPM ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ 2ാം നിരയുണ്ടോ 3ാം നിരയുണ്ടോ? ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? അപ്പോൾ അതന്നെ എത്ര കളർഫുള്ളാണ്. കോൺഗ്രസ്സിൽ 3ഓ 4ഓ മുഖ്യമന്ത്രി ആവാൻ ശേഷിയില്ല, ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുകയാണ്. ഞങ്ങളെ ഒരു പരസ്യം തർക്കമുണ്ടായിട്ടില്ല. ആരെങ്കിലും പേര് തർക്കിച്ചോ? ഒരാളും തർക്കിച്ചിട്ടില്ല. ഇത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഞാൻ എപ്പോഴും പറയും വളരെ ലൂസിലൊരു ഷർട്ടാണ്. ഇതിൽ അതൊക്കെ എല്ലാ കാലത്തും അപ്പുറത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ VSും ഈ പറയുന്ന പിണറായിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട്, എന്തെല്ലാം ചർച്ചകൾ നടന്നു. അവസാന ഘട്ടത്തിൽ എന്താ ചെയ്തത് പിണറായി? ഈ 2011 തെരഞ്ഞെടുപ്പിൽ VS LDF അധികാരത്തിൽ വരികയാണെങ്കിൽ VS ആയിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുകയും ഒന്നിനും പറ്റാത്ത കുറേ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ആ ഒരു അവസ്ഥയൊന്നും ഏതായാലും ഉണ്ടായിട്ടില്ലല്ലോ. ഈ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരുകൾ PV അൻവറിനെ ഏതായിരിക്കും? അല്ല, അതെനിക്ക് എൻ്റെ 3 ആളും എൻ്റെ എന്താ പറയുക വളരെ അടുത്ത
എൻ്റെ സ്ട്രോങ് വെൽവിഷേഴ്സാണ് ഇപ്പോൾ. അതിൽ ഞാൻ അഭിപ്രായം പറയില്ല. ആരോടും ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൽ CPM മുഖ്യമന്ത്രിക്ക് ഉണ്ടായ തർക്കത്തിൻ്റെ 10-1 പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാലുവാരലും ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു UDF ഒറ്റക്കെട്ടായിരുന്നു. എന്നാൽ 2011 തെരഞ്ഞെടുപ്പ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വ്യാപകമായ കാലുവാരൽ നടത്തിയത് ഈ പറയുന്ന പിണറായി സംഘമാണ്. VS ഒരു കാരണം ഭൂരിപക്ഷം കിട്ടിയാൽ VS മുഖ്യമന്ത്രിയാവും. അത്ര വൃത്തികെട്ട പൊളിറ്റിക്സ് ഒന്നും എവിടെ ഉണ്ടായിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് താങ്കളെ വന്ന് കണ്ടത് അതൊക്കെ KCയുടെ കഴിഞ്ഞൊക്കെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് ഇഷ്ടം പോലെ നമുക്ക് പറയാനുണ്ടല്ലോ. KCയുടെ ഇടപെടൽ അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ് ഓവർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്.